എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്ന ടോപ്പിക് അറിയുന്നത് അറേ ആണ്. ഇതൊരു അഡ്വാൻസ് ടോപ്പിക്കാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് അറേ. നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറൊക്കെ ആവുകയാണെങ്കിൽ വളരെ യൂസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആയിരിക്കും അറേ. ഇത് കുറച്ച് അഡ്വാൻസ് ടോപ്പിക്കാണ്. നമ്മൾ ഓൾറെഡി ബേസിക് കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഇത്തരം അഡ്വാൻസ് ടോപ്പിക്കിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അറേ വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. സോ അറേയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പ്രോഗ്രാം നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ അസ്യൂം ചെയ്യാം, നമുക്ക് ഒരു 10 ഏജ് വാല്യൂ സ്റ്റോർ ചെയ്യാൻ എന്ന് അസ്യൂം ചെയ്യാം. നമുക്ക് ഒരു റിക്വയർമെൻ്റ് ആണ് 10 സ്റ്റുഡൻസിൻ്റെ ഏജ് വാല്യൂ സ്റ്റോർ ചെയ്യണം. നമുക്കതിന് വേണ്ടി വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ഇൻറ്റ് ഏജ് അറിയുന്ന ഓപ്ഷൻ യൂസ് ചെയ്ത് നമ്മളൊരു ഏജ് വാല്യൂ സ്റ്റോർ ചെയ്യുന്ന വേരിയബിൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്താണ്. അല്ലെങ്കിൽ നമ്മൾ ചില പ്രോഗ്രാമിലൊക്കെ കണ്ടതാണ് ഒരു ഏജ് വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഇൻറ്റ് ഏജ് അറിയുന്ന വേരിയബിൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് 10 സ്റ്റുഡൻറ്റിന് വേണ്ടി ഇൻറ്റ് ഏജ് 1, ഇൻറ്റ് ഏജ് 2, ഇൻറ്റ് ഏജ് 3 അങ്ങനെ ഡിക്ലെയർ ചെയ്യാം. അത് അത്ര ഡിഫിക്കൽട്ടായ ടാസ്ക് ഒന്നുമില്ല. പക്ഷേ ഒരു 100 സ്റ്റുഡൻറ്റിൻ്റെ ഏജ് ഡിക്ലെയർ ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ 1 മുതൽ ഇൻറ്റ് ഏജ് 1, ഇൻറ്റ് ഏജ് 2 അങ്ങനെ 100 വരെ എഴുതുമ്പോൾ കുറച്ചും കൂടി കോംപ്ലിക്കേഷൻ ആവും. അതിപ്പോൾ ഒരു 500 അല്ലെങ്കിൽ ഒരു 1000 സ്റ്റുഡൻസിൻ്റെ ഏജൊക്കെ ഡിക്ലെയർ ചെയ്യേണ്ട അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യേണ്ടൊക്കെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയി പോകും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ നമുക്ക് അറേ എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യണം. അറേയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സ്റ്റുഡൻസിനും കൂടി ഒരൊറ്റ വേരിയബിൾ യൂസ് ചെയ്യാം. അതായത് 10 ഏജ് വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരൊറ്റ വേരിയബിൾ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ചെറിയ ഇമേജ് വരയ്ക്കുന്നത്. അസ്യൂം ഇത് നമ്മുടെ മെമ്മറിയാണ്. ഈ മെമ്മറിക്കകത്ത് നമുക്ക് ഒരുപാട് ബ്ലോക്ക് ഉണ്ടാവും. സോ ഇൻറ്റ് ഏജ് അറിയുമ്പോൾ നമ്മൾ സാധാരണ ഇതിൽ ഒരൊറ്റ ബ്ലോക്കാണ് അലോക്കേറ്റ് ചെയ്യുക. ചില സമയത്ത് ആ ബ്ലോക്കിനകത്ത് 4 ബൈറ്റ് 6 ബൈറ്റ് എത്രയാണോ ഡാറ്റ ടൈപ്പ് അനുസരിച്ച് അതിന് വേണ്ട മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ഇതാണ് സാധാരണ ഇതിൽ സംഭവിക്കുക. ഇവിടെ ഇപ്പോൾ ഇൻറ്റ് ഏജ് 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടി ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ആ മെമ്മറി ഫോർ എക്സാമ്പിൾ ഇതാണെന്ന് അസ്യൂം ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ 10 വാല്യൂ സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഒരു വാല്യൂ മാത്രമല്ല, അതിൻ്റെ ശേഷം കണ്ടിന്യൂസ് ആയിട്ട് എത്ര മെമ്മറിയാണോ വേണ്ടത് അതൊക്കെ ഈ ഏജ് അറിയുന്ന ഒരൊറ്റ വേരിയബിളിന് അലോക്കേറ്റ് ചെയ്യും. അതായത് ഒരു 10 ഏജ് വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ട കണ്ടിന്യൂസ് ലൊക്കേഷൻ ഈ ഏജ് അറിയുന്ന വാല്യൂസിനെ അസൈൻ ചെയ്യും. അതിലെ ഓരോ വാല്യൂ ഫോർ എക്സാമ്പിൾ ഒന്നാമത്തെ ഏജിനെ നമുക്ക് എങ്ങനെ റീഡ് ചെയ്യാം, അറേ ഇൻഡെക്സ് 0 വെച്ച് റീഡ് ചെയ്യാം. രണ്ടാമത്തെ വാല്യൂവിനെ നമുക്ക് അറേ ഇൻഡെക്സ് 1 വെച്ച് റീഡ് ചെയ്യാം, ദെൻ 2 അങ്ങനെ 10 വാല്യൂ റീഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് 0 to 9 വരെയുള്ള ഇൻഡെക്സ് യൂസ് ചെയ്യാം. അതായത് 10 ഇൻറ്റ് ഏജ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ മെമ്മറി ലൊക്കേഷൻ ഏജ് അറിയുന്ന വാല്യൂസിനെ അസൈൻ ചെയ്യും. 10 ആയതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 ലൊക്കേഷൻ കൂടി അതേ വേരിയബിളിന് അസൈൻ ചെയ്യും. അതിൽ ഏജ് ബ്രാക്കറ്റിൽ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വാല്യൂ നമുക്ക് റീഡ് ചെയ്യാം. അതേപോലെ ഏജ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏജ് ബ്രാക്കറ്റിൽ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഏജ് വാല്യൂ റീഡ് ചെയ്യാം. അങ്ങനെ 10ാമത്തെ റീഡ് ചെയ്യണമെങ്കിൽ ഏജ് ബ്രാക്കറ്റിൽ 9 കൊടുക്കുക. ഇനി നമുക്ക് അതിലോട്ട് സ്റ്റോർ ചെയ്യാൻ ഏജ് ബ്രാക്കറ്റിൽ 0 യൂസ് ചെയ്യാം. അതായത് ഒരു വേരിയബിളിലോട്ട് നമ്മൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിരുന്നത് അതേപോലെ തന്നെ ഒരു അറയിലെ വാല്യൂ സ്റ്റോർ ചെയ്യാം. ഒറ്റ കാര്യം, അത് അറയിലെ എത്രാമത്തെ ലൊക്കേഷനിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഒന്നാമത്തെ വാല്യൂ ആണെങ്കിൽ ഏജ് ബ്രാക്കറ്റിൽ 0 എന്ന് പറയും. രണ്ടാമത്തെ വാല്യൂ ആണെങ്കിൽ ഏജ് ബ്രാക്കറ്റിൽ 1 എന്ന് പറയും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബ്രാക്കറ്റിൽ 1, 2, 3 അങ്ങനെ മാനുവലി സ്പെസിഫൈ ചെയ്യാം. പക്ഷേ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ലൂപ്പ് പറയുന്ന ഒരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 10 വാല്യൂ ഒന്നിച്ച് എൻ്റർ ചെയ്യണമെങ്കിൽ ഏജ് ബ്രാക്കറ്റിൽ 1, ഏജ് ബ്രാക്കറ്റിൽ 2 എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഫോർ ലൂപ്പ് പറയുന്ന കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ലൂപ്പിനകത്ത് ഐ എന്ന് പറയുന്ന ഇൻഡെക്സ് യൂസ് ചെയ്യാം. നമ്മൾ ഐ എന്ന വാല്യൂ 0, 1, 2, 3 പറഞ്ഞ് ഇൻക്രിമെൻ്റ് ആയി പോകുന്നതും അത് പ്രിൻ്റ് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ച് ഇവിടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഐ 1 തൊട്ടിട്ടാണ് ഇൻക്രിമെൻ്റ് ആയത്. ഇവിടെ നമ്മൾ 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഐയുടെ വാല്യൂ 0 ആയിരിക്കും. ആ വാല്യൂ അറേയുടെ ഇൻഡെക്സ് ആയിട്ട് യൂസ് ചെയ്യും. അതായത് ഏജ് 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഏജ് വാല്യൂ അതിലോട്ട് നമുക്കൊരു വാല്യൂ സ്റ്റോർ ചെയ്തേക്കാം. അതേപോലെ തന്നെ നമുക്ക് എന്താക്കാം, ആ വാല്യൂ പ്രിൻ്റ് ചെയ്യാനും ഏജ് 0 അല്ലെങ്കിൽ ഫോർ ലൂപ്പിലെ ഐയുടെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് തന്നെ ഏജ് ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 പിന്നെ ഐയുടെ വാല്യൂ 1 ആവും. അപ്പോൾ ഏജ് 1 അപ്പോൾ രണ്ടാമത്തെ വാല്യൂ പ്രിൻ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. സോ നമ്മുടെ കോഡ് എന്ന് പറയുന്നത് ഇൻറ്റ് ഏജ് 10 10 ഏജ് വാല്യൂ സ്റ്റോർ ചെയ്യുന്ന മെമ്മറി വേണം. അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ
ഐ എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ട മെമ്മറി ലൊക്കേഷനും കൂടി അലോക്കേറ്റ് ചെയ്യും. എന്നിട്ട് പ്രിൻ്റ് ഓഫ് എൻ്റർ 10 ഏജ് വാല്യൂസ്, അത് നമുക്ക് ആ പ്രിൻ്റ് ഓഫ് സ്ക്രീനിൽ കാണാം. ഇനി ഫോർ ലൂപ്പിൽ ഐ 0 തൊട്ട് 10 വരെ എക്സിക്യൂട്ട് ചെയ്യും. അതായത് ഈ ഒരു കോഡ് 10 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. അതിനകത്ത് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, എൻ്റർ ഏജ് i+1, അതായത് ഐയുടെ വാല്യൂ 0 ആണ്. i+1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ വാല്യൂ എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. ആ വാല്യൂ നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏജ് ഐ എന്ന് പറയുന്ന വേരിയബിളിലോട്ടാണ് പോവുക. ഐയുടെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് തന്നെ ഏജ് 0 എന്ന ലൊക്കേഷനിലോട്ട് നമ്മുടെ ഫസ്റ്റ് വാല്യൂ സ്റ്റോർ ആവും. ഞാനിപ്പോൾ 55 പറയുന്ന ഏജ് വാല്യൂ കൊടുത്തു. ഇപ്പോൾ ഏജ് 0 എന്ന് പറയുന്ന ലൊക്കേഷനിൽ 55 എന്ന വാല്യൂ ഉണ്ട്. ഇപ്പോൾ ഐയുടെ വാല്യൂ വീണ്ടും ഒന്ന് ഇൻക്രിമെൻ്റ് ആയി. i+1 എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ആയി. ഐ 10നേക്കാളും ചെറുതാണോ നോക്കി. ഐയുടെ വാല്യൂ ഇപ്പോൾ 1 ആണ്. നമ്മൾ 0 നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഐ 0 കഴിഞ്ഞ് ഐ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്താൽ 1 ആയി. 1 പറയുന്നത് 10നേക്കാളും ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും 1+1. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന പ്രിൻ്റ് ഓഫിൽ കൊടുത്തിരിക്കുന്നത് 1+1 ആണ്, അല്ലെങ്കിൽ i+1. 1+1. അതുകൊണ്ട് തന്നെ എൻ്റർ ഏജ് 2 എന്ന് കാണാം. ഞാനിവിടെ ഇപ്പോൾ 25 പറയുന്ന വാല്യൂ കൊടുക്കുന്നത്. ഈ വാല്യൂ ഏജ് 1 എന്ന് പറയുന്ന ലൊക്കേഷനിലോട്ട് സ്റ്റോർ ആവും. അത് കഴിഞ്ഞ് ഏജ് 2 ആയും അങ്ങനെ 10 വരെ ഇൻക്രിമെൻ്റ് ആയി പോകും. ഞാനിപ്പോൾ കുറച്ച് വാല്യൂ കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ 10 വാല്യൂ ഏകദേശം എൻ്റർ ചെയ്ത് 10ാമത്തെ ഞാൻ എൻ്റർ അടിച്ചില്ല. ഇപ്പോൾ നമ്മുടെ അറേ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 0th ഇൻഡെക്സിൽ 55 ആണ്, 1ാമത്തെ ഇൻഡെക്സിൽ 25, ദെൻ 35, 45, അങ്ങനെ ഓരോ ഇൻഡെക്സിൽ 0 തുടങ്ങി 1, 2 അങ്ങനെ പോയി ഈ വാല്യൂ 9 അറിയുന്ന ഇൻഡെക്സിലാണ് സ്റ്റോർ ആവുക. കാരണം ഐയുടെ വാല്യൂ 0 എന്നാണ് തുടങ്ങി. അപ്പോൾ നമ്മൾ 55 എൻ്റർ ചെയ്ത്. ഇപ്പോൾ ഐയുടെ വാല്യൂ 9 ആയിട്ടുണ്ട്. 9 ആയാൽ നമ്മൾ 23 അറിയുന്ന ഇൻഡെക്സിലോട്ട് കൊടുക്കും. 10 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫോർ ലൂപ്പ് വർക്കാവില്ല. കാരണം 10 < 10 അല്ല. അപ്പോൾ ഈ കണ്ടീഷൻ വർക്ക് ചെയ്യില്ല, നമ്മുടെ കോഡ് താഴോട്ട് വരും. അപ്പോൾ ഇത്രയും പാർട്ട് കൃത്യമായിട്ട് മനസ്സിലായെന്ന് കരുതുന്നത്. ഇനി നമ്മൾ എൻ്റർ അടിക്കുന്നു. അതായത് ഇപ്പോൾ 10 വാല്യൂ സ്റ്റോറായി. ഇനി നമ്മുടെ പ്രിൻ്റ് എഫിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. നമ്മുടെ ഐയുടെ വാല്യൂ 0 എന്നാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഐ <10 ആണോ, അതായത് 0 <10 ആണോ ചെക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഏജ് 0 എന്ന അറയിലുള്ള വാല്യൂ ഏതാണോ അത് പ്രിൻ്റ് ചെയ്യും. ഏജ് 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡെക്സ് 55 ഇൻഡെക്സ് 0 വാല്യൂ, അതായത് 55 എന്ന് പറയുന്ന വാല്യൂ പ്രിൻ്റ് ചെയ്യുന്നത്. ദെൻ ഏജ് 1 ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇൻഡെക്സ് 1 ആവുന്ന സമയത്ത് നമുക്ക് 2ാമത്തെ വാല്യൂ പ്രിൻ്റ് ചെയ്യുന്നതാണ്. ദെൻ 3ാമത്തെ വാല്യൂ, അങ്ങനെ ഓരോ വാല്യൂ പ്രിൻ്റ് ചെയ്ത് വരുന്നതാണ്. ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യുന്നതനുസരിച്ച് 55, 25, 35, 45 അങ്ങനെ ഇൻക്രിമെൻ്റ് ആയി പോകുന്നതാണ്. സോ ഇങ്ങനെയാണ് ഒരു അറയിലോട്ട് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നതും അതേപോലെ തിരിച്ചെടുക്കുന്നു. മറ്റൊരു രീതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഡാറ്റ മെമ്മറി ലൊക്കേഷനിലോട്ട് അലോക്കേറ്റ് ചെയ്യും. നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഓരോ വാല്യൂവും ഇൻഡെക്സ് വെച്ചിട്ട് ആക്സസ് ചെയ്യാം. നമുക്ക് ഏജ് 0 അറിയുമ്പോൾ ആദ്യത്തെ വാല്യൂ ഇട്ടും, ഏജ് 1 അറിയുമ്പോൾ അടുത്ത വാല്യൂ ഇട്ടും, ഏജ് 2 അറിയുമ്പോൾ 3ാമത്തെ വാല്യൂ ഇട്ടും, ഏജ് 4 അറിയുമ്പോൾ 4ാമത്തെ വാല്യൂ ഇട്ടും. അങ്ങനെയാണെങ്കിൽ ഏജ് 100 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 101ാമത്തെ വാല്യൂ ആണ് നമുക്ക് കിട്ടുക. അത് ഓർത്തിരിക്കുക. എപ്പോഴും നമ്മൾ ഏതാണോ വാല്യൂ പറയുന്നത് അതിൻ്റെ അടുത്ത വാല്യൂ ആണ് കിട്ടുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.